ഇടവേളയിലേക്ക് പോകുന്നു. അമരക്കുനി ദൗത്യം. അവിടേക്ക് കുങ്കിയാനകളെത്തി. കുങ്കിയാനകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴാണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത്. സാനിയോ മനോമി എവിടെയുണ്ട്? സാനിയോ മനോമി, അമരക്കുനി നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വാഴയും മറ്റ് വിളകളും ഒക്കെയുള്ള സമൃദ്ധമായ കൃഷി ചെയ്ത് ആളുകൾ ജീവിക്കുന്ന ഒരു മേഖലയാണല്ലോ. ഇതിനിടയിൽ എവിടെയോ ഈ കടുവയുണ്ട്. അതാണോ ഇപ്പോൾ ദൗത്യസംഘം കണക്കാക്കുന്നത്? വിക്രം എന്ന് പറയുന്ന കുങ്കിയാനെയാണ് കൊണ്ടുവന്നത്. മുൻപിനാലെ നമ്മുടെ കൊണ്ടുവരാനുള്ള സുരേന്ദ്രനെയും കൊണ്ടുവരാനുള്ള ആലോചനയുണ്ട്. അപ്പോൾ ഈ പറയുന്ന കുങ്കിയാനെ ഉപയോഗിച്ചിട്ടുള്ള സെർച്ച് നമ്മൾ നടത്തും. കാരണം നമുക്ക് കാൽനടയായിട്ട് നേരിട്ട് പോയി പരിശോധിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ആനയെ ഉപയോഗിച്ചിട്ടുള്ള സെർച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രാവിലത്തെ ഈ പറയുന്ന ഫിസിക്കൽ സാന്നിധ്യം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എവിഡൻസോ നമുക്ക് ലഭിച്ചിട്ടില്ല. നമ്മൾ 3 സംഘമായിട്ട് ഒരു സംഘം നമ്മൾ കന്നാരമ്പുഴയുടെ ഭാഗത്തും ഒരു സംഘം CMF 73 കോളനിയുടെ ഭാഗത്തും പിന്നെ ഡോക്ടറിൻ്റെ സംഘം ഇത് കടുവ പതുങ്ങിയിരിക്കാൻ സാധ്യതയുള്ള ചതുപ്പ് സ്ഥലങ്ങളും ഈ പറയുന്ന ഒഴിഞ്ഞ തോട്ടങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയുണ്ടായി. ഇവിടെ ഒന്നും തന്നെ ഈ പറയുന്ന നേരിട്ടോ അല്ലാതെയുള്ള സാന്നിധ്യം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. കടുവയുടെ സാന്നിധ്യം ഇല്ല. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമുക്ക് ഇതിൻ്റെ സാന്നിധ്യമില്ല. ഏറ്റവും ലാസ്റ്റ് 9-ാം തീയതിയാണ് ഈ ടൈഗറിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് ഇവിടുന്ന് ലഭിച്ചത്. ആ ഭാഗത്ത് നമ്മൾ ഈ 2 കൂട് വെച്ച ഭാഗത്ത് നമ്മൾ ക്യാമറ ട്രാപ്പും 23 ക്യാമറ ട്രാപ്പും 3 AI ക്യാമറയും നമ്മൾ സ്ഥാപിച്ചെങ്കിലും ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ക്യാമറ ട്രാപ്പിലൊന്നും തന്നെ നമുക്ക് ഇമേജസ് ഒന്നും കിട്ടിയിട്ടില്ല. കേവലം 1/2 കിലോമീറ്റർ മാത്രമാണ് വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ കുറിച്ചാട് റേഞ്ച് ഉള്ളത്. അതിൻ്റെ അപ്പുറത്ത് ബന്ദിപ്പൂർ വനമേഖലയിലുണ്ട്. അങ്ങോട്ടേക്ക് കടന്നിരിക്കാം എന്നുള്ളൊരു നിഗമനവും ഉണ്ട്. ഒന്നും ലഭിച്ചിട്ടില്ല. ഇന്നത്തെ പ്രൊസീജിയർ എങ്ങനെയായിരിക്കും ഇനി? അല്ല, കൂടുതൽ പരിശോധനകൾ നമ്മൾ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് നടത്തുന്നുണ്ട്. തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് നമുക്ക് ഈ പറയുന്ന എത്ര ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഡെൻസ് ആയിട്ടുള്ള കനോപ്പി ഉണ്ടെങ്കിലും നമുക്ക് ആനിമലിൻ്റെ ഈ പിക്ചർ നമുക്ക് ലഭിക്കും ഉണ്ടെങ്കിൽ. അത് കൂടാതെ ഈ പറയുന്ന കുങ്കിയാനെ ഉപയോഗിച്ചിട്ടുള്ള പാട്രോളിങ്ങും നമ്മൾ അല്ലെങ്കിൽ സെർച്ച് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നും വിക്രം എന്ന് പറയുന്ന കുങ്കിയാനെ കൊണ്ടുവന്നിട്ടുണ്ട്. സുരേന്ദ്രൻ എന്ന് പറയുന്ന കുങ്കിയാനെ കൊണ്ടുവരും. അതിൻ്റെ ഒരു ആലോചനയും നടക്കുന്നുണ്ട്. അത് സൂചിപ്പിച്ചല്ലോ. അതായത് ഈ പറയുന്ന നേരിട്ട് കാൽനടയായിട്ട് പരിശോധിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിലാണ് കുങ്കിയാനെ ഉപയോഗിച്ചിട്ടുള്ള പരിശോധന നടത്തുക. അതെ, തീർച്ചയായിട്ടും. അതായത് സുജയ, DF പറയുന്നത് ഇത്രയുമാണ്. DF പറയുന്നത് ഇത്രയുമാണ്. ഈ 9-ാം തീയതിക്ക് ശേഷം കടുവയുടെ ഒരു സാന്നിധ്യം ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ തെർമൽ സ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്. ആനയുടെ വിഷ്വലെടുത്ത് ഇപ്പോൾ ഇവിടെയുള്ളത് വിക്രം എന്ന് പറയുന്ന കുങ്കിയാനയാണ്. അതിനുശേഷം സുരേന്ദ്രനെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും ദൗത്യം ആരംഭിക്കുക എന്നാണ് വയനാട് DFO ഇപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അതിനുള്ള പരിപാടികളൊക്കെയും നടക്കുകയാണ്. ഇവർ കൂടിനടുത്ത് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. 2 കൂടിനടുത്തായി 23 ക്യാമറകളും 3 AI ക്യാമറകളുമാണ് സ്ഥാപിച്ചിരുന്നത്. പക്ഷേ അവിടെയൊന്നും തന്നെ യാതൊരു എവിഡൻസ് ഒന്നും കടുവയുടെ സാന്നിധ്യം ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ചതുപ്പ് നിലങ്ങളിലോ അത്തരം കാൽപ്പാടുകളോ ഒന്നും കണ്ടെത്താൻ ഇന്നത്തെ പരിശോധനയിലും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. തെർമൽ സ്കാനർ ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്നാണ് DFO ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആ പരിശോധനയും നടക്കുന്നുണ്ട്. രാവിലെ തന്നെ 3 സംഘമായി തിരിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിലും ഒരു കാര്യങ്ങളൊന്നും കൂടുതലായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 9-ാം തീയതിക്ക് ശേഷം കടുവയുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ കോന്നി സുരേന്ദ്രൻ കൂടി എത്തും. അതോടെ ദൗത്യം ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സാനിയോ, ഇപ്പോൾ അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പ്രധാനമായും ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് തൊട്ടടുത്ത് 1/2 കിലോമീറ്റർ മാത്രമാണ് ഈ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ കുറിച്യാട് മേഖലയിലേക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കടുവ അവിടെ എവിടെയെങ്കിലും കയറിയിട്ടുണ്ടോ, അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് പറയാനാവില്ല. അതായിരിക്കും ഒരു വലിയ ഒരു ദൗത്യമായി മുന്നിലുള്ളത്. കാരണം കടുവ ജനവാസ മേഖല വിട്ട് ഈ കാട്ടിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിനെ കണ്ടെത്താനോ വെടിവെക്കാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. കടുവ അവശനിലയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നതെന്നാണ് വനംവകുപ്പ് പറയുന്നത്. കാരണം ഇത് കൂട്ടിൽ കെട്ടിയിരിക്കും
നിൽക്കുന്ന മൃഗങ്ങളെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കടിച്ചു കൊണ്ടുപോയത്. വേട്ടയാടാനുള്ള കഴിവില്ലാത്ത കടുവയാണെന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ പ്രായമോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയതോ ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചതുപ്പ് നിലങ്ങൾ ഈ പ്രദേശത്ത് കൂടുതലാണ്. അത് ആനപ്പുറത്തിരുന്ന് മാത്രമേ നിരീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. രാവിലെ വനവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ പോയെങ്കിലും ആ പ്രദേശത്ത് ഇതുവരെ നിരീക്ഷണം നടന്നിട്ടില്ല. ആ പ്രദേശത്ത് എവിടെയെങ്കിലും കടുവ ഒളിച്ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ തളർന്ന് കിടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും അന്വേഷിക്കേണ്ടി വരും. അതുതന്നെയാണ് ഇവർ പറയുന്നത്. ഏതായാലും കോന്നി സുരേന്ദ്രൻ കൂടി എത്തുന്നതോടുകൂടി വനംവകുപ്പ് ഈ ദൗത്യം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാനാവുന്നത്. സനിയോ, 7-ാം തീയതിയാണ് കടുവ ആദ്യമായി എത്തുന്നത്. അപ്പോൾ ഇക്കഴിഞ്ഞ 5 ദിവസങ്ങളായി ആ ഒരു തോട്ടം മേഖലയിൽ അവിടെ ഇപ്പോൾ പ്രധാനമായുമുള്ള കൃഷി എന്തൊക്കെയാണ്? ആ ഒരാളുടെ തോട്ടമാണോ അതോ വിവിധ തോട്ടങ്ങളിലായി പലയിടങ്ങളിലായിട്ടാണോ ഈ കഴിഞ്ഞ 5 ദിവസങ്ങളിൽ കടുവയെ കണ്ടത്? നമുക്കിപ്പം ഇവിടെ കുറച്ച് നാട്ടുകാരാണോ? നാട്ടുകാരൊക്കെയാണോ? പ്രസിഡന്റ് ഉണ്ടല്ലേ. അമരക്കുനി പഞ്ചായത്ത്, പുൽപ്പള്ളി പഞ്ചായത്തിലാണോ ഇത് വരിക? ഓക്കെ. അങ്ങനെ അപ്പം ഈ കടുവ വലിയ ഭീതിയാണ്. ഇത് ഇപ്പൊ എന്തൊക്കെ തോട്ടങ്ങളായി പ്രദേശത്തൊക്കെ ഉള്ളത്? എന്തൊക്കെ കൃഷിയാണ്? കാപ്പിത്തോട്ടമുണ്ട്, കുരുമുളക് കൃഷിയുണ്ട്, പിന്നെ ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് വലിയ ആശങ്കയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് മയക്കുവെടിവെച്ച് പിടിക്കുക എന്നുള്ളതാണ് ഇപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുള്ള ദൗത്യം. അത് വിജയകരമായി ഏറ്റവും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ജനങ്ങൾ വലിയ ഭീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരം കാണുന്നതിനുള്ള എല്ലാ ശ്രമവും വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അവിടെ വളരെ നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ 3ാമത്തെ കൂടുകൂടി ഇപ്പോൾ വെക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്.